നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 1/2 kg ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ആണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് എന്തൊക്കെയാന്ന് പറയാം. ആദ്യം ഇതും വന്നിട്ടുള്ളത് മൈദയാണ്, പിന്നെ കോൺഫ്ലോർ, പഞ്ചസാര പൊടിച്ചത്, ഇത് സൺഫ്ലവർ ഓയിൽ, ബേക്കിംഗ് പൗഡർ, സാൾട്ട്, 2 എഗ്ഗ്, പിന്നെ ഇത് വാട്ടർ. ഇതിന് ബദല് നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ടുള്ളത് വാനില എസൻസ്, ബേക്കിംഗ് സോഡ നിർബന്ധമല്ല. പിന്നെ വന്നിട്ടുള്ളത് ടിന്ന്, നമ്മൾ കേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടിന്നാണ്. ഇത് വന്നിട്ടുള്ളത് 5 ഇഞ്ച് ടിന്നാണ്, 1/2 kg ചെയ്യുന്ന ടിന്നാണ്. ഇതിന്റെ ഹൈറ്റ് വന്നിട്ട് 2.5 ഇഞ്ചും അടിവശം വന്നിട്ടുള്ളത് 5 ഇഞ്ചും ആണ് കേട്ടോ. ഇതാണ് നമ്മൾ 1/2 kg കേക്ക് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളും ടിന്നും കേട്ടോ. അടുത്തത് നമ്മൾ കേക്ക് ടിന് റെഡിയാക്കാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സ്റ്റെപ്പ് വന്നിട്ടുള്ളത് കേക്ക് ടിന് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ബട്ടർ പേപ്പർ, ഇതുപോലുള്ള ഷീറ്റാണ്. അപ്പൊ ഇതിൽ അടിയിൽ വെക്കാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ ഇതുപോലെ മാർക്ക് ചെയ്യുക. റൗണ്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ റൗണ്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ അടിയിൽ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കുക. ഇതപ്പോ അടിയത്തെ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിന്റെ സൈഡിൽ വെക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കതാ. ടിന്നുമെന്ന് ഒരു 3.5 ഇഞ്ച് നീളത്തില് ടിന്നിന്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ റോൾ ചെയ്യാം. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം അതിങ്ങനെ മടക്കിയിട്ട് ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. ടിന്നിന്റെ ഉള്ളിൽ കുറച്ച് കയ്യിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കയ്യിലാക്കിയിട്ട് ഈ കയ്യിലാക്കിയത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്പ്രെഡ് ചെയ്താൽ മതി, ഓവർ ആക്കരുത്. എന്നിട്ട് ടിന്നിന്റെ അടിവശത്തുള്ള ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഉള്ളിലേക്ക് ഇറക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ബട്ടർ പേപ്പർ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചാൽ മാത്രമേ ബേക്കായി വരുമ്പോൾ കറക്റ്റ് ഷേപ്പിലുള്ള സ്പഞ്ച് നമുക്ക് കിട്ടുള്ളൂ. ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് ചെയ്യാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തത് സ്പഞ്ച് റെഡിയാക്കാണ്. അപ്പൊ അതിനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ തരിക്കുക. അപ്പൊ ഇതുപോലെ ബൗൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിപ്പ് എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ പൊടികൾ ഇടുന്നത് കേട്ടോ. ഇത് വന്നിട്ടുള്ളത് 1/2 കപ്പാണ്, 1/2 കപ്പ്. ഇതില് മൈദ എടുക്കുക. മൈദ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുത്തി നിറച്ചെടുക്കാതെ ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എടുക്കുക. ഇത് 1/2 കപ്പ്, 1/2 കപ്പ് മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വന്നിട്ടുള്ളത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ഇതാണ്. ഇതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കൊടുത്തിട്ടുണ്ടാവും. ഈ ടീസ്പൂണില് ബേക്കിംഗ് പൗഡർ ആണ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതുപോലെ നൈഫ് വെച്ചിട്ട് വടിച്ച് ലെവല് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇതുപോലെയാണ് എടുക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന്ന് 1 ടേബിൾ സ്പൂൺ മൈദ മാറ്റുക. ഇത് ബേക്കിംഗ് പൗഡർ ഇടുന്നതിന് മുന്നായിട്ട് ചെയ്യണം. 1 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യാം കേട്ടോ. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലോണം 3 പ്രാവശ്യം തേച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക. വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ്, അതിന് പകരമായിട്ടാണ് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ 1/4 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ ഇത് 3 നല്ല തേച്ചെടുക്കാം കേട്ടോ. 3 പ്രാവശ്യം നല്ലോണം തേച്ചതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ നല്ല 3 പ്രാവശ്യം തേച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ വിസ്ക്
പോർക്ക് വെച്ച് നല്ല മിക്സ് ആക്കി വെക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറും കോൺഫ്ലോറും ഒക്കെ നല്ല ഈ മൈദയിൽ മിക്സ് ആകാനാണ്. ഇതുപോലെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ടുള്ളത് നമ്മള് പാത്രം, സ്റ്റൗ ടോപ്പിലുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റൗ ടോപ്പിലാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ അതിന് ആയിട്ടുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാം. അടുത്തത് പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ സ്റ്റൗ ടോപ്പിൽ ഏറ്റവും ചെറിയ ബർണറിൽ വെക്കുക. തീ കത്തിച്ചിട്ട് അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലുള്ള അടി കട്ടിയുള്ള പാത്രം എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റിങ് ഇറക്കി വെക്കുക. പിന്നെ ഇതുപോലെ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ പാത്രം വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിന് മുകളിൽ ഒരു അടുപ്പ് വെക്കുക. അതിന് ശേഷം വെയിറ്റ് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സൈഡിൽ എയർ പുറത്തേക്ക് പോകാത്ത രീതിയിലുള്ള പാത്രങ്ങൾ എടുക്കുക കേട്ടോ.